ടൊവിനോയുടെ വഴക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ ടൊവിനോയ്ക്കെതിരെ ഒരു ആരോപണമായിട്ട് വന്നിരിക്കുകയാണ്. സനൽകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകനാണ്. പുള്ളി പറയുന്നത് പുള്ളിയെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ടൊവിനോയും അതിന് മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചധികമുണ്ട്, എന്നാലും രണ്ടും കൂട്ടി മാക്സിമം ചുരുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വഴക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് കഴിയുന്ന ഒരു സിനിമയാണ്. ഒരു 50 ലക്ഷം ചെലവിൽ എടുക്കുന്ന സിനിമയാണ്. അതിൻ്റെ പകുതി ടൊവിനോ ആണ് പ്രൊഡക്ഷൻ നോക്കുന്നത്. ബാക്കി പകുതി ഈ പറയുന്ന സംവിധായകൻ സനൽ കുമാറിൻ്റെ ബന്ധുവായിട്ടുള്ള ഗിരീഷ് നായരും ആ ഗിരീഷ് നായറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഫൈസൽ ഷാജറും കൂടിയാണ് എന്താ പറയുക ഈ സനൽ കുമാർ അടങ്ങുന്ന പ്രൊഡക്ഷൻ കമ്പനീൻ്റെ കീഴിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഈ സിനിമ. ഇതൊരു ഫെസ്റ്റിവൽ സിനിമയാണ്. ഒരു അവാർഡ് ഫിലിം എന്നൊക്കെ പറയുന്ന പോലെ ഒരു പടമാണ്. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യം. ഇപ്പം അദൃശ്യജാലകം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ല സിനിമേൻ്റെ പേര്, ടൊവിനോൻ്റെ അതുപോലത്തെ ഒരു ടൈപ്പ് ഫിലിമാണ്. അപ്പോൾ ടൊവിനോയ്ക്ക് ഒരു സ്റ്റാർ വാല്യൂ കൂട്ടുന്ന ഒരു സിനിമ ആവണമെന്നില്ല, പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു ടൈപ്പ് ഫിലിം ആയിരിക്കും ഇത്. ഈ സിനിമ എടുത്തു കഴിഞ്ഞപ്പം റിലീസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോൾ ടൊവിനോ മാക്സിമം എന്താ പറയുക ഇത് അവോയ്ഡ് ചെയ്യുന്ന പോലെ, ഈ സിനിമ അവോയ്ഡ് ചെയ്യുന്ന പോലെ, ഒഴിവാക്കുന്ന പോലെയൊക്കെ തോന്നിയെന്ന് സംവിധായകൻ പറയുന്നുണ്ട്. ഈ സിനിമയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ പുള്ളിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് പെരുമാറുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ സംവിധായകനെതിരെ പലരും നിൽക്കുന്നത് കൊണ്ട് തന്നെ പല ഫെസ്റ്റിവലിന് അയച്ചു കൊടുക്കുമ്പോൾ, ഈ സിനിമ അയച്ചു കൊടുക്കുമ്പം റിജക്റ്റ് ആവുകയാണ് എന്നാണ് സംവിധായകൻ പറയുന്നത്. അതുകൊണ്ടാണ് റിജക്റ്റ് ആവുന്നത്. പലരും ഇത് എടുക്കാത്തതിനും കാരണം അതാണെന്നും പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ട്. എത്രയോ ഫിലിം ഫെസ്റ്റിവലിന് അയച്ചു കൊടുത്തിട്ട് ഒരുപാട് റിജക്ഷനും കിട്ടി. ഇതൊരു ഫിലിം ഫെസ്റ്റിവൽ സിനിമയാണെന്ന് തന്നെയാണ് ടൊവിനോ അപ്പോഴും അഭിപ്രായപ്പെടുന്നത്. അപ്പം പലരും റിജക്റ്റ് ചെയ്യുമ്പം ടൊവിനോനോട് പറഞ്ഞു ഇത് OTTയിൽ അവതരിപ്പിച്ചുകൂടെ, ഇത് OTT വഴി റിലീസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പം ടൊവിനോ ഓക്കെ ഞാൻ അതിന് ട്രൈ ചെയ്യാം, എനിക്കറിയുന്ന OTT പ്ലാറ്റ്ഫോം മീൻസ് അതുമായിട്ട് ബന്ധപ്പെടാം എന്ന് പറഞ്ഞു. പക്ഷേ അത് ഭയങ്കരമായിട്ട് ലാഗ് ആവുകയാണ്. എന്നിട്ടും ഒരു റിപ്ലൈയും കാര്യങ്ങളൊന്നും വരാത്തൊരവസ്ഥ. അതായത് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട പല ചെറുതും വലുതുമായ സിനിമകൾക്കൊക്കെ OTT റൈറ്റ്സ് കിട്ടി, OTT പ്ലാറ്റ്ഫോം കിട്ടി റിലീസ് ചെയ്യുമ്പം ഈ സിനിമ എന്തിനാണ് ഇത്രയും വൈകുന്നത് എന്നുള്ളൊരു ചിന്ത സംവിധായകന് വന്നിരിക്കുകയാണ്. പിന്നെ ചോദിക്കുമ്പോൾ പറയുന്നത് അത് കിട്ടുന്നില്ല, ഞാൻ കുറേ ശ്രമിച്ചു പക്ഷേ ഒരു OTT പ്ലാറ്റ്ഫോമിലും എനിക്ക് കിട്ടിയില്ല എന്ന രീതിയിലാണ് ടൊവിനോ പറയുന്നതെന്നാണ് ഈ സംവിധായകൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എങ്ങനെയോ എത്രയോ കഷ്ടപ്പെട്ടിട്ട്, അത് പൂർണ്ണമായിട്ട് വ്യക്തമാക്കുന്നില്ല, ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷം IFFKയിൽ ഇത് റിലീസ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടി. അവിടെ അത് റിലീസ് ചെയ്തതിന് ശേഷം നല്ല റിപ്പോർട്ടാണ്, കുറേ ആളുകളൊക്കെ കയറി പടം കാണാൻ, അങ്ങനെ നല്ല റിവ്യൂ വന്നു കഴിഞ്ഞപ്പം ഇത് തിയേറ്ററിലേക്ക് എത്തിക്കാമെന്ന തീരുമാനത്തിലേക്ക് സംവിധായകൻ എത്തുകയാണ്. കാരണം അവിടെ ഒരു നല്ല അഭിപ്രായം വന്നു കഴിഞ്ഞല്ലോ. സോ അപ്പോൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് എത്തിക്കാം ഈ സിനിമ എന്നുള്ളൊരു ധൈര്യത്തിലേക്ക് വന്നു. കൂടാതെ ഒരു പ്രൊഡ്യൂസർ ഇത് പ്രൊഡ്യൂസ് ചെയ്യാം, ഈ പൈസയുടെ കംപ്ലീറ്റ് ചിലവും ഏറ്റെടുത്തിട്ട് ഇത് ഞാൻ തിയേറ്ററിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസറും മുന്നോട്ട് വന്നു. സോ ഈ കാര്യം ടൊവിനോനോട് പറഞ്ഞപ്പം ടൊവിനോ പറഞ്ഞത് ഇത് കണ്ടിട്ട് തിയേറ്ററിലേക്ക് ഇറക്കുന്നതിൽ കാര്യമില്ല, ഇതൊരു ഫെസ്റ്റിവൽ സിനിമയാണ്, ഇത് തിയേറ്ററിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പടം പൊട്ടും, ഒരുപക്ഷെ ഈ പടം പൊട്ടിക്കഴിഞ്ഞാലും എനിക്ക് 2 പടം കൊണ്ട് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഒരുപക്ഷെ അത് പറ്റുമായിരിക്കും. പക്ഷേ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇത് പൊട്ടും, തിയേറ്ററിൽ ഇറങ്ങിയാൽ പൊട്ടും എന്നുള്ള രീതിയിൽ ടൊവിനോ പറയുകയാണ്. സംവിധായകൻ പറയുന്നത് ടൊവിനോയുടെ കരിയറിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ സിനിമ എന്നുള്ള രീതിയിലാണ് ടൊവിനോ സംസാരിച്ചത് എന്നാണ് പറയുന്നത്. ഈ സിനിമയോട് ഒരു താല്പര്യമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർഡം എന്ന് പറഞ്ഞ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ ബാധിക്കുന്ന ഒരു സിനിമയാണ്. ടൊവിനോൻ്റെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്കുള്ള പോക്കിനെ ബാധിക്കുന്ന ഒരു സിനിമയാണ് ഇത്. അതുകൊണ്ട് ഇത് തിയേറ്ററിൽ ഇറക്കിയാൽ തന്നെ ബാധിക്കും, ഇത് വേറെ എങ്ങനെയെങ്കിലും ഫെസ്റ്റിവലിനൊക്കെ ഇറക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ്. പക്ഷേ സംവിധായകൻ പറയുന്നത് ഫെസ്റ്റിവലിന് ഇറക്കാൻ പറ്റുന്നില്ല, എല്ലാവരും റിജക്റ്റ് ചെയ്യാണ്, തന്നോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ, തന്നോടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഈ ഫെസ്റ്റിവലിന് അയക്കുമ്പം അവരെല്ലാവരും റിജക്റ്റ് ചെയ്യുകയാണ്, ആരൊക്കെയോ ഇതിൻ്റെ പിന്നിലുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെയാണ് സംവിധായകൻ പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാർഡം തൻ്റെ കരിയറിനെ ബാധിക്കുക, ഇതിൻ്റെയൊക്കെ പേരിൽ ടൊവിനോ ചെയ്യുന്ന ഈ പടം ഇറക്കാൻ എന്താ പറയുക മുടക്കുകയാണ് എന്നുള്ള രീതിയിലാണ് സംവിധായകൻ്റെ ആരോപണം. അത് കഴിഞ്ഞിട്ട് ഇപ്പം ടൊവിനോ ഒരു റിപ്ലൈ ആയിട്ടൊരു ലൈവ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നമുക്കിത് തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഒരിക്കലും തിയേറ്ററിൽ റിലീസിന് എതിര് നിൽക്കില്ല. കാര്യം വെച്ചാൽ പുള്ളി പറഞ്ഞത് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം, അതിന്റെ റിസ്ക് അവരെടുത്തോട്ടെ എന്ന് പറയുന്ന സമയത്ത് എനിക്കതൊരു
ഒരാളെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചിട്ട്, കാര്യം ഇത് പുള്ളി അന്ന് ആ തിയേറ്ററിൽ IFFKക്ക് വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരമുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അവര് അത്രയും താല്പര്യത്തോടെ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളിതൊരു വൈഡ് റിലീസൊക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ തിക്കിത്തള്ളി കയറുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കാര്യം നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര മൂവി ബഫ്സും അങ്ങനത്തെ എന്തൂസിയാസ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, പുള്ളി അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ വോയിസ് ക്ലിപ്പൊക്കെ എന്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ എനി ഡേ ആർക്ക് വേണമെങ്കിലും അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ചേട്ടാ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നമ്മൾ IFFKയിൽ കണ്ട ആൾക്കാരൊന്നും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ പടം തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് സിനിമയും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവുന്നവർക്ക് അറിയാം. ഇത് ദിവസങ്ങൾക്കുള്ളിൽ ആൾക്കാർ കുറവാണെന്നും പറഞ്ഞിട്ട് അത് ഒരു പരാജയ ചിത്രം ഒന്ന് കണക്കിലെടുത്ത് അതിനെ എന്താ പറയാ ഹോൾഡ് ഓവർ ആയി പോകും. അപ്പോൾ എന്ന് വെച്ചാൽ ആ സിനിമ അർഹിക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ ആ സിനിമ അർഹിക്കുന്ന ഓഡിയൻസിലേക്ക് അത് എത്തുകയില്ല. നമ്മൾ ഓരോ സിനിമയും പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഒക്കെ അത് നമ്മൾ ആൾക്കാരെ പറ്റിച്ചൊന്നും തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതൊരു വലിയ പോയിന്റ് തന്നെയാണ്. കാരണം നമുക്കറിയാം ചില സിനിമകളൊക്കെ IFFKയിൽ ഭയങ്കര തിരക്കായിരിക്കും, പക്ഷേ അത് കണ്ട് തിയേറ്ററിൽ ഇറക്കുമ്പം ആ ഒരു തിരക്ക് ഉണ്ടാവണമെന്നില്ല. ഒരു അവാർഡ് ടൈപ്പ് ഫിലിം ആയതുകൊണ്ട് തന്നെ ഈ ഒരു തിയേറ്ററിക്കൽ ഓഡിയൻസിന് അത്രത്തോളം അത് ഓക്കെ ആവണം എന്നില്ല. ഇനി ടൊവിനോ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഫെസ്റ്റിവലിൽ തന്നെ കൊടുത്ത് അല്ലെങ്കിൽ OTTയിൽ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ എന്താ പറയുക ഇതിൻ്റെ വേണ്ട ഓഡിയൻസിലേക്ക് സിനിമ എത്തും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതൊരു പോയിന്റായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പക്ഷേ ഇവിടെ വോയിസ് എന്താണ് പറഞ്ഞതെന്നുള്ളത് ടൊവിനോ നമ്മളെ കേൾപ്പിക്കുന്നില്ല. അതിപ്പം ഡയറക്ടറായാലും നമ്മളെ കേൾപ്പിക്കുന്നില്ല. എന്നാലും നമുക്ക് ബാക്കി നോക്കാം. എങ്കിലും ചേട്ടന് അതിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം പുള്ളി ഈ പറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ആളെ പറ്റിയോ ഡിസ്ട്രിബ്യൂട്ടറെ പറ്റിയിട്ടോ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ആ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ തിയേറ്ററിനെ ബേസ് ആയിട്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം മറ്റേ ഒരു പ്രൊഡ്യൂസർ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ആ ഒരു പ്രൊഡ്യൂസറിനെ കുറിച്ച് പിന്നെ സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ആ OTTയിൽ നമുക്ക് ഇതിന്റെ സെയിലിന്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ OTTകളുമായിട്ടും എൻ്റെ കോൺടാക്റ്റിലുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചു. എൻ്റെ മാനേജർ ഗൂഗിളുണ്ട്, ഗൂഗിൾ വഴിയും ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ സംസാരിപ്പിക്കുന്ന സമയത്ത് OTT എന്ന് പറഞ്ഞാൽ അതൊരു കോർപ്പറേറ്റ് ആണ്, ഒരു ഇന്റർനാഷണൽ കോർപ്പറേറ്റ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. അവര് ആവശ്യപ്പെട്ടത് ഈ സിനിമയുടെ ക്രിയേറ്റീവ് റൈറ്റ്സ് മുഴുവൻ അവർക്ക് കൊടുക്കണം. നമ്മളൊരു സിനിമ സെല്ല് ചെയ്യുന്ന സമയത്ത് എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സിനിമകളും OTTയുടെ പോളിസി എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിയേറ്റീവ് റൈറ്റ്സ് ഉൾപ്പെടെ മേടിക്കുക എന്നുള്ളതാണ്. അന്ന് സല്ലേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു IP റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ എൻ്റെ സിനിമയുടെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഹനിക്കുന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതിസന്ധിയില്ല. എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് പൈസ മുടങ്ങി കിടക്കുന്നത് ഞങ്ങളുടെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, അദ്ദേഹമാണ് സിനിമ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ഫ്രീഡത്തിനെ ഹനിക്കണ്ട. കാര്യം ഞാൻ ഈ സിനിമ ചെയ്തതിന്റെ പിന്നിലുള്ള കാരണം അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. OTTയുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതായത് എന്തോ റൈറ്റ്സിന്റെ ബേസ് ആയിട്ട് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ പുള്ളി ചില കണ്ടീഷൻസ് പറയുന്നുണ്ടല്ലോ, അതിനോട് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ പുള്ളി തയ്യാറല്ല. മുൻപത്തെ എന്തോ പടത്തിന്റെ ബേസ് ആയിട്ട് ഒരു ഇഷ്യൂവിന്റെ പേരിലാണ് അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാത്തത്. എന്നാലും ഒരു 3 മാസത്തേക്ക് ഈ ഒരു സംഭവം എല്ലാ OTTനെയും സമീപിക്കാനുള്ള ഒരു അവകാശം 3 മാസത്തേക്കോ അങ്ങനെ എന്തോ ഒന്ന് സംവിധായകൻ കൊടുത്തു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഇവിടെ ടൊവിനോ പറയുന്ന ഒരു കണ്ടീഷൻ പുള്ളി സമ്മതിക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. ആ കംപ്ലീറ്റ് അവകാശം OTTക്ക് കൊടുത്തു കഴിഞ്ഞാലേ അവർക്കത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഈ പറയുന്ന ക്രിയേറ്റർ ആയിട്ടുള്ള സംവിധായകൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ പുള്ളി പറഞ്ഞു മറ്റേ എൻ്റെ കരിയർ അറ്റ് സ്റ്റേക്ക്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ചേട്ടാ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോൾഡ് ഓവർ ആയി കഴിഞ്ഞാൽ അന്നൊരു പരാജയ ചിത്രമാണ്, ടോവിനോന്റെ ഒരു ഫ്ലോപ്പ് എന്നും പറഞ്ഞിട്ട് ആൾക്കാർ 2 ദിവസം പറയുമായിരിക്കും. പക്ഷെ ഒരു 2-3 സിനിമ കൊണ്ട് എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ സിനിമ അർഹിക്കുന്ന റെസ്പെക്ട് കിട്ടില്ല. ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇന്നും ഞാൻ ക്രോസ് ചെക്ക് ചെയ്തതാണ്, അതിൻ്റെ കയ്യിൽ കിടപ്പുണ്ട്, ആർക്ക് വേണമെങ്കിലും കേൾക്കാം. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് സിനിമേനെ ബാധിക്കും, അതായത് പുള്ളീനെ ചിലപ്പം ബാധിക്കണം എന്നില്ല, വേറെ സിനിമ വന്നു കഴിഞ്ഞാൽ ആ പടം പൊട്ടി അങ്ങനെ പോയി. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമാണ്, അർഹിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവലിലേക്കൊക്കെ നീങ്ങണം എന്ന് ടൊവിനോ പറഞ്ഞതെന്നാണ് പറയുന്നത്. അല്ലാണ്ട് കരിയറിനെ ബാധിക്കും, കരിയറിനൊരു ബ്ലാക്ക് മാർക്ക് വീഴും എന്നൊരു അർത്ഥത്തിലല്ല എന്നാണ് ടൊവിനോ പറയുന്നത്. അതായത് സൂപ്പർ സ്റ്റാർഡം എന്ന് പറഞ്ഞ ആ പരിപാടിനെ ബാധിക്കും എന്നൊരു അർത്ഥത്തിലല്ല എന്നാണ് ടൊവിനോ പറയുന്നത്. അതിനുശേഷം ഈ OTTയുടെ ഈ പറഞ്ഞ പരിപാടികൾ നടക്കാതായപ്പോൾ ഞാൻ പുള്ളി വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് OTTയിൽ റിലീസ് ചെയ്താലോ. ഞാൻ പറഞ്ഞു ചേട്ടാ ചെയ്യാം,
പക്ഷെ നമ്മൾ ഓൾറെഡി കുറെ ആൾക്കാർ വെറുപ്പിച്ചു, ഇങ്ങനെ റൈറ്റ്സ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടൻ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല, ചേട്ടൻ വാശി വിട്ടാൽ നമുക്കിത് സെല് ചെയ്യാനായിട്ട് വീണ്ടും ശ്രമിക്കാമെന്ന് പറഞ്ഞു. പുള്ളി എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ആ മെസ്സേജ് അത് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വാശിയൊന്നുമില്ല, നമുക്കത് റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനതിന് എന്ത് വാശി പിടിക്കുന്നു, എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അയച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, അങ്ങനെയാണ് ചേട്ടൻ അങ്ങനെ പടം സെല് ചെയ്യാൻ പോളിസീസിന് പാലിച്ചുകൊണ്ട് സെല് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാനത് ഗൂഗിളിനോട് പറയാം, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വീണ്ടും നമുക്ക് പോളിസീസിനെ ഈ പറഞ്ഞ OTTസിനെയൊക്കെ അപ്രോച്ച് ചെയ്യാം. അപ്പൊ പുള്ളി പറഞ്ഞു ഗൂഗിളിനോട് പറയണ്ട, അപ്പൊ ഗൂഗിൾ എന്തോ പുള്ളിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത്. എനിക്ക് ഗൂഗിളിന് അങ്ങനെ ആരും തകർക്കാൻ ശ്രമിക്കേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഗൂഗിളിന് സനൽകുമാർ ശശിധരൻ എന്നുള്ള ഡയറക്ടറെ പരിചയം തന്നെ ഞാൻ വഴിയാണ്, അല്ലാതെ വേറൊരു പരിചയം ഉള്ളതല്ല. അപ്പൊ ഗൂഗിൾ വഴി ചെയ്യേണ്ട, ഇങ്ങനെയാണ് പറഞ്ഞത്. അതും കണ്ടു, ഗൂഗിളിനോട് പറയണ്ട, ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് അയച്ചിരിക്കുന്നത് 2023 ജൂലൈ 23-നാണ്. അപ്പൊ അതിന് ഞാൻ ഓക്കെ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊറോണയുടെയൊക്കെ ആ സമയം കഴിഞ്ഞിട്ട് നമ്മൾ മുംബൈ മാമി ഫിലിം ഫെസ്റ്റിവലിന് അപ്ലൈ ചെയ്തൂടെ എന്ന് ഞാൻ ചോദിച്ചു. എനിക്കും അവിടെ പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അപ്ലിക്കേഷന്റെ പ്രോസസ്സ് ഞാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടുള്ള സമയമായത് കാരണം കൊണ്ട് അങ്ങനെ ഒരു ആക്ച്വൽ ഫെസ്റ്റിവൽ അല്ല, ഒരു വെർച്വൽ ഫെസ്റ്റിവൽ. അന്ന് ഫെസ്റ്റിവൽ നടന്നില്ല എന്നാണ് പുള്ളി എഴുതിയിരിക്കുന്നത്. പക്ഷെ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ട്, പക്ഷെ അതൊരു വെർച്വൽ ഫെസ്റ്റിവലാണ്. നമ്മൾ ഡയറക്ട്ലി പോവല്ല, മൂവീസ് നമ്മൾ വിമിയോ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവരത് സ്ക്രീൻ ചെയ്യുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നതായിരുന്നു പ്രോസസ്സ്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് പ്രോസസ്സ്, നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, വേണ്ട, അങ്ങനെ നമ്മളുടെ അത് അയച്ചു കൊടുത്താൽ അവരത് ലീക്ക് ചെയ്യും, അവർ നമ്മളെ തകർക്കാൻ ശ്രമിക്കും. അപ്പൊ എല്ലാവരും തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പുള്ളി പറയണത്. അപ്പൊ അതിന്റെ ഒരു മെയിലാണ് ഞാൻ പുള്ളിക്ക് അയച്ചു. അതിനുശേഷം ഈ പറഞ്ഞ ഇത് ആദ്യം ഉണ്ടായതാണ് മുംബൈ ഫെസ്റ്റിവലിൽ 2022. 23 ഞാൻ വീണ്ടും അയച്ചു. ഇങ്ങനെ ഒരു മെയിലുണ്ട്, എനിക്ക് വന്നതാണ്, എന്നെ CC ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു മെയിലാണ് അത്. എനിക്ക് മുംബൈ ഫെസ്റ്റിവലിൽ നിന്ന് ഡിയർ സനൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അഡ്രസ് ചെയ്യുന്ന ഒരു മെയിലായിരുന്നു. അതിൽ എന്നെ CC വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുള്ളിക്ക് അയച്ചു. ചേട്ടാ ഇതാണ് അയച്ചത്. ചേട്ടാ ഇങ്ങനെ ഒരു സാധനം അയച്ചിട്ടുണ്ട്, അപ്പൊ എന്റെ കൂടെ അതിനകത്ത് അവര് ടാഗ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ചേട്ടന് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് എന്റെ അടുത്ത് വിളിച്ചവര് ചോദിച്ചാണ്. ഓക്കെ, അപ്പോ അതിന് ദിവസങ്ങൾക്ക് ശേഷം ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, ടോവി ഐ വാസ് നോട്ട് ഇൻ വാട്സ്ആപ്പ് ഫോർ സം ടൈം, സോറി, ജസ്റ്റ് ഹേർഡ് ദിസ്, വി അപ്ലൈഡ്. അപ്പൊ എനിക്ക് സന്തോഷം. ഇതാണ് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഏറ്റവും അവസാനത്തെ കോൺവെർസേഷൻ. അത് കഴിഞ്ഞിട്ട് ഈ OTTയുമായിട്ട് ബന്ധപ്പെട്ട് ടൊവിനോ പറയുന്ന ഒരു കാര്യമുണ്ട്. OTT സെയിൽസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഈ പോളിസീസ് അംഗീകരിക്കാത്തത് മാത്രമല്ലായിരുന്നു പ്രശ്നം, ഇദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രൊഫൈലും ഒരു പ്രശ്നമായിരുന്നു. സനലേട്ടൻ ആൾക്കെതിരെ ഒരു കേസും അറസ്റ്റും ഒക്കെ നടന്നതാണ്. OTT പോളിസീസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെയും അവരുടെ സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് വിൽക്കാൻ പറ്റാതിരുന്നത്. ഇതാണ് സത്യാവസ്ഥ. പുള്ളിയും ശ്രമിച്ചു, പുള്ളി തന്നെ ഗൂഗിളിനോട് പറയേണ്ട, പുള്ളി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ശ്രമിച്ചിട്ടും നടന്നില്ല. അതിന്റെ കാരണങ്ങൾ ഇതാണ്. അപ്പം അവിടെ ഒരു നല്ല വ്യക്തമായിട്ടുള്ളൊരു കാരണം കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കാരണത്തിൽ നമുക്കായാലും ഒരു സംശയം തോന്നും, അത് മതിയോ, ആ ഒരു കാരണം കൊണ്ട് മാത്രം ഈ സിനിമ വിൽക്കാതെ പോകുമോ എന്ന് നമുക്കും ഒരു സംശയം തോന്നും. പക്ഷേ ഈ ടൊവിനോ രണ്ടാമത്തെ കാരണം പറയുന്നത് ഒരു പോയിൻ്റാണ്. ആ കമ്പനികൾക്ക് ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുമ്പോൾ ആ ഒരാളുടെ സിനിമ എന്താ പറയുക OTT പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം അത് കുറച്ചും കൂടിയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാരണം തന്നെയാണ്. അപ്പം പുള്ളി ശ്രമിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് എനിക്കും പേഴ്സണലി അവിടെ തോന്നുന്നത്. ശ്രമിച്ചിട്ടും കിട്ടാത്തതിനൊരു വലിയൊരു കാരണം ടൊവിനോ പറയുന്നുണ്ട്. അത് ടൊവിനോൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ടൊവിനോ അദൃശ്യജാലകം എന്ന് പറഞ്ഞൊരു സിനിമ ഒരു അവാർഡ് ടൈപ്പ് ഫിലിമാണ്, ഫെസ്റ്റിവൽ ടൈപ്പ് ഫിലിമാണ്. അപ്പം അത് ചെയ്തതുകൊണ്ട് തൻ്റെ കരിയർ, തൻ്റെ സ്റ്റാർഡത്തിനെ ബാധിക്കുന്നൊരു സംഭവമാണെന്ന് ടൊവിനോ വിശ്വസിക്കുന്നില്ല. സ്റ്റാർഡെന്ന് പറയുന്നില്ല കേട്ടോ, കരിയർ എന്നേ പറയുന്നുള്ളൂ. എന്തായാലും അങ്ങനെ പുള്ളി വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം തന്നെയാണ് അദൃശ്യജാലകം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തു, അതിനുവേണ്ടി പ്രൊമോഷൻ ഇറങ്ങി. ഇതൊന്നും പുള്ളിക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ പുള്ളി അത് ചെയ്തത് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ബേസ് അല്ലെങ്കിൽ സാലറി ബേസ് പറയുന്നുണ്ട്. സാലറി ബേസ് ടൊവിനോ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാനും ഈ ഗിരീഷേട്ടനുമാണ് ഇതിനകത്ത് ഫണ്ട് മുടക്കിയിരിക്കുന്ന ആൾക്കാർ. ഞാനൊരു 27 ലക്ഷം മുടക്കിയിട്ടുണ്ട്, പുള്ളി ഒരു 27 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. സനലേട്ടന് 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്.
പുള്ളി പലതവണയായിട്ട് ശമ്പളമായിട്ട് മേടിച്ചിട്ടുണ്ട്. IFFKയിൽ സ്ക്രീൻ ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ഞങ്ങളത് എവിടെയാണെന്ന് ചോദിച്ചിട്ടില്ല, അതും പുള്ളി തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലൊന്നും എനിക്കൊരു പരാതിയില്ല, കാര്യം പുള്ളിക്കും ജീവിച്ചു പോകാൻ പൈസ വേണം ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം തൊട്ടടുത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്, ടൊവിനോയുടെ കൂടെ ഇരിക്കുന്നത് ഈ പറയുന്ന സനൽകുമാറിൻ്റെ ബന്ധുവായിട്ടുള്ള ഗിരീഷ് നായരാണ്. അപ്പോൾ ഗിരീഷ് നായരും കൂടി ടൊവിനോനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഗിരീഷ് നായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ, ഇതിലെ ഒരു പ്രൊഡ്യൂസറാണ്. ആ പ്രൊഡ്യൂസർ കൂടിയും ടൊവിനോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ടൊവിനോയ്ക്ക് എതിരെ ഒരു ആരോപണം വന്നപ്പോഴും പ്രൊഡ്യൂസർ അടക്കം ഈ സിനിമയുടെ സംവിധായകനൊഴിച്ച് ബാക്കി എല്ലാവരും ഈ ഒരു ആരോപണത്തിൽ പങ്കില്ല എന്നുള്ള രീതിയിലാണ് ഈ പ്രൊഡ്യൂസറും പറയുന്നത്. ഈ രണ്ട് സംഭവങ്ങളും മാത്രം കാണുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോൻ്റെ ഭാഗത്ത് എന്താണ് ഒരു തെറ്റുള്ളത് എന്ന് എന്താ പറയുക നമുക്ക് തോന്നിപ്പോകും. സംവിധായകൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവങ്ങളല്ലേ എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഇതുകൂടാണ്ട് സംവിധായകൻ്റെ പുതിയ ഒരു മറുപടി കൂടി വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കാം. ഈ വീഡിയോ ലെങ്ത് കൂടിയതുകൊണ്ടാണ്. അടുത്ത വീഡിയോ ആ ഒരു എക്സ്പ്ലനേഷൻ കൂടി കാണാൻ താല്പര്യമുള്ളവർ അടുത്ത വീഡിയോ, ഇതിൻ്റെ ശേഷം തൊട്ടടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയിൽ എല്ലാം വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്.